7, total 3, 6. I hereby declare Mohit Kumar Pandey elected for the post of President. സംഘപരിവാർ വിരുദ്ധ സമരങ്ങളുടെ കേന്ദ്രമായി മാറിയ ദില്ലി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ ഇത്തവണ ചരിത്ര വിജയമാണ് ഐസയും SFIയും അടങ്ങുന്ന ഇടത് സഖ്യം സ്വന്തമാക്കിയത്. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ ഉൾപ്പെടെ കേന്ദ്ര പാനലിലെ മുഴുവൻ സീറ്റുകളും സഖ്യം തൂത്തുവാരി. ഐസയുടെ മോഹിത് കുമാർ പാണ്ഡെയാണ് പുതിയ യൂണിയൻ ചെയർമാൻ. റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട SFI നേതാവ് PP അമൽ 12 വർഷത്തിനു ശേഷം യൂണിയൻ ഭാരവാഹിത്വത്തിലെത്തുന്ന ആദ്യ മലയാളിയായി. ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് SFIയുടെ തന്നെ ശതരൂപ ചക്രവർത്തിയാണ്. ഐസയുടെ തബ്രീസ് ഹസൻ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് വിജയിച്ചു. കൗൺസിലർ സീറ്റുകളിലും ഇടതു സഖ്യത്തിന് മൃഗീയ ഭൂരിപക്ഷം ലഭിച്ചു. JNUവിനെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും അടിച്ചമർത്താനുള്ള സർക്കാർ ശ്രമങ്ങളോടുള്ള വിദ്യാർത്ഥികളുടെ പ്രതികരണമാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്ന് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട അമൽ റിപ്പോർട്ടറോട് പറഞ്ഞു. വിദ്യാർത്ഥി സ്വാതന്ത്ര്യങ്ങൾക്കെതിരെ, വിദ്യാർത്ഥി ക്യാമ്പസുകൾക്കെതിരെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന നിരവധിയായിട്ടുള്ള വിഷയങ്ങളെ വളരെ ഗൗരവമായി എടുത്തുകൊണ്ട് കൃത്യമായിട്ടുള്ള നിലപാടുകളോടുകൂടി തന്നെ ഇടതുപക്ഷ പുരോഗമന ശക്തികൾ JNUവിൽ ഒരുമിച്ചിരിക്കുകയാണ്. വർഗീയ നിയോലിബറൽ ശക്തികൾക്കെതിരെ ഞങ്ങളുടെ പോരാട്ടം ഇവിടെ സജീവമാക്കി ഞങ്ങൾ നിലനിർത്തുകയാണ്. ഈ ഒരു സന്ദേശം ഇന്ത്യയിലെ എല്ലാ ക്യാമ്പസുകളിലേക്കും എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ ABVPക്ക് കനത്ത തിരിച്ചടിയേറ്റപ്പോൾ NSUI ചിത്രത്തിൽ പോലും ഉണ്ടായില്ല. അംബേദ്കർ രാഷ്ട്രീയം ഉയർത്തിയ ബിർസ അംബേദ്കർ ഫൂലെ സ്റ്റുഡൻസ് അസോസിയേഷൻ ഇടത് സഖ്യത്തിന് ശക്തമായ വെല്ലുവിളി ഉയർത്തിയത് ശ്രദ്ധേയമായി. അതേസമയം ദില്ലി സർവകലാശാലയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ABVP വിജയിച്ചു. ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ സ്ഥാനങ്ങളും സെക്രട്ടറി സ്ഥാനവും ABVP നേടി. എന്നാൽ ജോയിന്റ് സെക്രട്ടറി സ്ഥാനം അവർക്ക് നഷ്ടപ്പെട്ടു. ദില്ലി സർവകലാശാലയിലെ 33ഓളം കോളേജുകളിൽ വിജയിക്കാനായതും ജോയിന്റ് സെക്രട്ടറി സ്ഥാനം നേടിയതും NSUIന് ആശ്വാസമായി.